Hello guys, welcome back to my channel. So, കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പാസ്റ്റ് 1 year ആയിട്ട് I was not active on YouTube. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ റീൽ ഇടുന്നത് നേരെ ഇതിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ലൈക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബോർഡ് എക്സാം എഴുതാനായിട്ട് പോവാണ്. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കാൻ പോവാ, ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെയും വരും, വീഡിയോ ചെയ്യും, സജസ്റ്റ് ചെയ്യും, 1K ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വഴിക്കങ്ങ് പോയി. പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തു. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബോർഡ് എക്സാം വരുക, സോ ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവാന്ന്. സോ ഞാൻ ഇതുവരെ ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല ഹൗ വാസ് ദ ബോർഡ് എക്സാം. സോ ഇപ്പോഴത്തെ ബോർഡ് എക്സാം അല്ല, ഇപ്പോൾ ഞാൻ 12th പഠിക്കാൻ പോവുക. അതായത് 2023-24 ഉള്ള ഒരു ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. സോ എൻ്റെ 10th എക്സാം എങ്ങനെയായിരുന്നു ആൻഡ് ഹൗ വാസ് മൈ പ്രിപ്പറേഷൻസ് എവറിത്തിങ് ഞാൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ എൻ്റെ റിസൾട്ട്സ് അതും CBSE ബോർഡാണ്, ഞാൻ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ തിരിഞ്ഞേ നോക്കിയിട്ടില്ല. +1 1 month കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പഠിക്കുന്നത് ജോബ് പബ്ലിക് സ്കൂളാണ്, ഇടവ. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ കയറിയത്. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സും തുടങ്ങി. പിന്നെ അങ്ങോട്ടായി, പിന്നെ ഒന്നും ഇതായില്ല, ഫുൾ എല്ലാം കൂടെ ഒരു അവിയൽ പോലെ ആയിപ്പോയി. ഒന്നും മൈൻഡ് ആക്കില്ല. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 12th കയറുന്നു. ഇന്ന് May 28 ആണ്. June 2 എൻ്റെ ക്ലാസ് വീണ്ടും റീഓപ്പൺ ചെയ്യായിരുന്നു. വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. 1 month എനിക്ക് വെക്കേഷൻ തന്നു. പിന്നെ അഗെയിൻ ഇപ്പോൾ ഒരു 1 week പിന്നെയും വെക്കേഷൻ തന്നു. ഇടയ്ക്ക് ക്ലാസ് വച്ചിട്ട് അതിനിപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +1 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ +10th മാർക്ക് വേണ്ടവസ് ലിറ്ററലി ഓക്കെ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി, ട്യൂഷൻ, അങ്ങനെ ലൈക്ക് മെസ്സപ്പായി. ലൈക്ക് 10th 9th 8th പോലെ ഒന്നുമല്ല +1 ഇസ് ലൈക്ക് നമ്മൾ കുറേ എഫേർട്ട് ഇടണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ 10th വരെ ഞാൻ പഠിച്ചിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസമായിരുന്നു ബുക്ക് എടുക്കുന്നത്. സത്യം പറയാലോ, കമ്പയറിങ് വിത്ത് 10th ആൻഡ് +1 വെച്ച് നോക്കുമ്പോൾ ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് മാത്രമേ എനിക്ക് 11th കിട്ടിയിട്ടുള്ളൂ. സോ അതൊക്കെ ഞാൻ പറയാം. റിവീലിംഗ് മൈ 10th 2023-24 മാർക്ക് പറയാൻ എനിക്ക് 93% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നുമല്ല. 10th ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, ട്യൂഷൻ പോകുമായിരുന്നു. ഇപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കുക. എന്നാൽ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദ സബ്ജക്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. +1 വന്നപ്പോഴത്തേക്കും കുറച്ച് ഇൻട്രസ്റ്റ് കുറവ്, ലൈക്ക് നമ്മുടെ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും ഇഷ്ടം കൂടും. പക്ഷെ ഇതങ്ങനെ അല്ലായിരുന്നു. ഇത് മൊത്തത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ചു തീർക്കണമെന്ന്. അതുപോലെ ഭയങ്കര സ്പീഡായിട്ടാണ് എടുത്തത്. +1 മെയ്യിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയത്. 2024 മെയ്യിൽ നമുക്ക് ക്ലാസ് തുടങ്ങി. അതായത് മെയ്യിൽ തന്നെ റിസൾട്ട് വന്നു, അപ്പോൾ തന്നെ ക്ലാസ്സും തുടങ്ങി. ആൻഡ് ഡിസംബർ കൊണ്ട് എൻ്റെ +1 അവസാനിച്ചു. ആൻഡ് ജാനുവരി സെക്കൻഡ് ഹാഫ് വീക്ക് തൊട്ട് എനിക്ക് +2 തുടങ്ങി. അത് കഴിഞ്ഞ് വെക്കേഷൻ തന്നു. നൗ ഐ മീൻ +2 ഞാൻ ട്യൂഷൻ പോകുന്നില്ല. ഞാൻ ഓൺലൈനായിട്ട് എക്സാമിനർ പോലെ എടുക്കാനാണ് പ്ലാൻ. ആൻഡ് ഒറ്റയ്ക്ക് പഠിക്കാനാണ് പ്ലാൻ. സോ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. ഇത് നമുക്കൊരു വീഡിയോ ആക്കാം അറ്റ് ദ എൻഡ് ഓഫ് മൈ +2. +1 ഞാൻ അത്ര ഒരു ഇതായിട്ട് എടുത്തില്ല. ലൈക്ക് 10th ആ ഒരു 10th നമ്മൾ അത്രയും സില്ലിയായിട്ട് കാണേണ്ടതല്ല. പക്ഷെ എന്നാലും ഞാൻ അത്ര ഇതാക്കിയില്ല. ലൈക്ക് എനിക്കൊരു പറ്റും എന്നുള്ളതായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെയാണ് നമുക്ക് +1 എക്സാം. സോ അങ്ങനെ ഒരു പെട്ടെന്ന് 12th ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു സ്കൂളും നമ്മളും പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഓക്കെ. സോ എനിക്ക് +1 അപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ടൈമിൽ എന്തൊക്കെയോ മക്കപ്പ് ചെയ്തും അല്ലാതെ മനസ്സിലാക്കിയും കുറേ വീഡിയോസും കണ്ടു. വീഡിയോസിനോട് അത്ര ഡിപ്പെൻഡ് ആയിട്ടില്ല. അതായത് ഈ എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. സൈലം അങ്ങനെ ഞാൻ നോക്കാറില്ല. ബട്ട് ഐ പ്രിഫർ എക്സാമിനർ മോർ ദാൻ സൈലം. അതങ്ങനെ പറഞ്ഞൊന്നും തോന്നരുത്. ഐ ലൈക്ക് എക്സാമിനർ വീഡിയോസ് ദാൻ സൈലം. അപ്പോൾ അതും ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ മാത്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. എനിക്ക്
പറ്റുന്നത് ഞാനാക്കി. എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 81% ആണ്. എനിക്ക് 6 സബ്ജക്ട്സ് ആണുള്ളത്. എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് 81% ആയിരുന്നു +1. ഔട്ട് ഓഫ് ബെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 85 above വരും. ബട്ട് ഐ എം സേയിങ് അബൌട്ട് ഓവറോൾ 81% ആണ്. 10th 93. അതായത് 10th എങ്ങനെ ഞാൻ പഠിച്ച ആ രീതിയിൽ അതിനും കുറച്ച് താന്ന് പോയി. +2 നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് +2ൻ്റെ വീഡിയോ ചെയ്യാം. ഇതാണ് ദിസ് ഇസ് മൈ ബേസ് ഓഫ് ഓൾ മൈ ഫ്യൂച്ചർ, അങ്ങോട്ടുള്ള എല്ലാം. ആൻഡ് വൈ ഐ ആം ഡൂയിങ് ദീസ് വീഡിയോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. സോ ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിടുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ രസം. പിന്നെ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. സോ ഇനിയും വീഡിയോസ് ഞാൻ ഞാൻ പറയും ചെയ്യുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം, ലേസിയസ്റ്റ് ഗേൾ എന്ന് ഞാൻ പറഞ്ഞാൽ. സോ ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കപ്പെട്ടു എന്തെങ്കിലുമൊക്കെ എന്തുവാ എന്ത് കുഞ്ഞു കാര്യം വന്നാൽ മതി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ ഒരു വർഷം ഞാൻ അങ്ങനെ കൊണ്ട് കളഞ്ഞു. 10th ആയിരുന്നപ്പോൾ ഫുൾ എനിക്ക് എടുക്കണം എന്നുള്ളത്. 10th ആണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്. നമ്മൾ സ്റ്റഡീസിലാണ് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കേണ്ടത്. ആൻഡ് ഇതിപ്പോൾ +2 അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് സ്റ്റഡീസിനാണ്. ആ വർഷം തന്നെയാണ് ഈ വീഡിയോ എടുക്കാൻ എല്ലാത്തിലും ആക്റ്റീവായിട്ട് ഇരിക്കണമെന്ന്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു വാശിയും കൂടെ അല്ലേ ഓക്കെ, ഇങ്ങനെ എല്ലാം ഒരു പ്രൊഡക്ടിവിറ്റി പോലെ തോന്നുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നുന്നു. ആൻഡ് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഡാൻസ് വീഡിയോസാണ്. ബിക്കോസ് ഐ ലവ് ടു ഡാൻസ്. ഇനി എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ട് എങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഓൺ മൈ കമൻറ്റ് സെക്ഷൻ ആൻഡ് ഐ ഡു ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യും. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ 1 year വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂഷൻ, ക്ലാസ്, ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ കാര്യമായിട്ട് പിന്നെ അങ്ങ് പോയി. ആൻഡ് +2 നമുക്ക് വീഡിയോ, ഡാൻസ്, സ്റ്റഡീസ് അങ്ങനെ എല്ലാം ആയിട്ട്. സോ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക. ഓക്കെ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും അറിയിക്കുക. സോ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ബൈ.